നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ആരുടെയെങ്കിലും വോട്ട് വേണ്ടെന്ന് പറയാൻ രാഷ്ട്രീയ പാർട്ടികൾ ചങ്കൂറ്റം കാണിക്കുമോ എന്നത് വളരെ പ്രധാനമാണ്. SDPI അപ്രതീക്ഷിതമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ഈ ചോദ്യം വീണ്ടും ഉയരുന്നത്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാക്കൾ. വോട്ട് വേറെ, സംഘടന വേറെ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ ട്രപ്പീസ് കളിക്കുകയാണ് നേതൃത്വം. എന്തായാലും BJPയും CPMും ഇതിൽ കയറി പിടിച്ചതോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് SDPI കൂടി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അങ്കത്തട്ട് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് SDPI പിന്തുണ നൽകിയത് ആയുധമാക്കി BJPയും CPMും. SDPI നിരോധിക്കപ്പെട്ട PFI ആണെന്ന് BJP പ്രതികരിച്ചു. പ്രതിലോമ സംഘടനയാണെന്ന് CPMും നിലപാട് അറിയിച്ചു. SDPI കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത് ആയുധമാക്കുകയാണ് BJPയും CPMും. SDPI എന്നാൽ നിരോധിത PFI ആണെന്നും നാടിനെ ആപത്തിലാക്കുന്ന തീരുമാനമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ UDF SDPI കൂട്ടുകെട്ട് മറനീക്കി പുറത്തുവന്നുവെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പ്രതികരിച്ചു. ആഗോള തീവ്രവാദ സംഘടനയുമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് സഖ്യം രൂപപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ അധപ്പതനത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം തീവ്രവാദ സംഘടനകളുമായി കോൺഗ്രസ് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം രാജ്യത്താകമാനം മതതീവ്രവാദികളുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ SDPIയുമായിട്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഈ രാഷ്ട്രീയ സഖ്യം. SDPI പ്രതിലോമ സംഘടനയാണെന്ന് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയും CPIM PB അംഗവുമായ A. വിജയരാഘവൻ കുറ്റപ്പെടുത്തി. SDPI കേരളത്തിൽ ഇത്തവണ മത്സരിക്കുന്നില്ല, പകരം UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ തീരുമാനത്തെയാണ് രാഷ്ട്രീയമായി കടന്നാക്രമിക്കാൻ CPMും BJPയും ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. SDPI പിന്തുണ പ്രഖ്യാപിച്ചതിൽ പ്രതികരണവുമായി കോൺഗ്രസ്. പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും SDPIയുമായി ഒരു സഹകരണവുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. UDFലെ ആരോടും SDPI ചർച്ച നടത്തിയിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള SDPI നിലപാടിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. SDPIയുമായി ഒരു സഹകരണവുമില്ലെന്നും ആരുടെയും പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംഘടനയുമായി ഒരു സഹകരണവുമില്ലെന്നും VD പത്തനംതിട്ടയിൽ പറഞ്ഞു. ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല, ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ അവരുടെ പിന്തുണയെ ആവശ്യപ്പെട്ടിട്ടില്ല. SDPI കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെയായിരുന്നു? അവര് CPMന്റെ കൂടെയായിരുന്നു. ഇനി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവര് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചിരുന്നു, ഞങ്ങൾ ജയിച്ചില്ലേ? 20ൽ 19 സീറ്റ്. ഞങ്ങള് തീവ്രവാദ നിലപാടുള്ള ഒരു കക്ഷികളുമായും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല. SDPIയുടെ പ്രവർത്തനങ്ങളോട് യോജിപ്പില്ലെന്നും UDFലെ ആരോടും SDPI ചർച്ച നടത്തിയിട്ടില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. എന്നാൽ വോട്ട് വ്യക്തിപരമായ കാര്യമാണെന്നും ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. SDPIയുമായിട്ട് ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല, UDF ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് മുഴുവൻ പോയത് LDFനാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഓരോ പാർട്ടിക്കും അവരവരുടേതായ തീരുമാനം എടുക്കാനുള്ള അവകാശവും അധികാരമുണ്ട്. ഞങ്ങളാരും അവരുടെ വോട്ട് ചോദിച്ചിട്ടുമില്ല, ചർച്ച ചെയ്തിട്ടില്ല, അവർ വോട്ട് വേണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് ചെയ്യും, എല്ലാവരുടെയും വോട്ട് ആവശ്യമാണ്, നമ്മളെല്ലാവരുടെയും വോട്ട് ചോദിക്കും. SDPI ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് അഭിപ്രായമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സർട്ടിഫിക്കറ്റ് എഴുതാൻ ഞാൻ മുതിരുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങളത് മനസ്സിലാക്കും. കഴിഞ്ഞ തവണ SDPIയുടെ 100% വോട്ടും LDFനാണ് പോയത്.
അതെല്ലാം ജനങ്ങൾക്കറിയാമെന്നും ചെന്നിത്തല പറഞ്ഞു. SDPI പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെതിരെ BJPയും CPMും ആയുധമാക്കുമ്പോൾ വോട്ട് ചെയ്യുന്നത് വ്യക്തികളാണെന്ന നിലപാടിലാണ് കോൺഗ്രസ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. SDPI പിന്തുണ തള്ളാതെ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടാതെയാണ് പിന്തുണ നൽകിയത്. പ്രചാരണത്തിനിറങ്ങാൻ SDPIയോട് ആവശ്യപ്പെട്ടിട്ടില്ല. പ്രചാരണത്തിനിറങ്ങാൻ അനുവദിക്കുമോ എന്ന ചോദ്യത്തിനാണ് ചെന്നിത്തലയുടെ മറുപടി. പിന്തുണ അപ്രതീക്ഷിതമെന്നും ചെന്നിത്തല കേരള വിഷൻ ന്യൂസിന്റെ ട്രൂ കോളറിൽ പ്രതികരിച്ചു. ഞങ്ങളവരോട് ചോദിച്ചിട്ടുമില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ അത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളത് എന്ത് വേണമെന്നുള്ളതിനെ പറ്റി ആലോചിച്ചിട്ടുമില്ല. ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിരുന്നു അവരുടെ ഈ ആവശ്യം. UDF പ്രചാരണത്തിന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടാൽ ഇറങ്ങുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾ പ്രചരണത്തിന് ഞങ്ങൾ ഇതുവരെ അവരോട് ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വോട്ടും SDPIയുടെ മുഴുവൻ വോട്ടും പോയത് പിണറായി വിജയൻ ഗവൺമെൻറ്റാണ്, LDFനാണ്. അപ്പം ഞങ്ങളെ ഒരു കാലത്ത് സഹായിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ന് സഹായിക്കാമെന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി എനിക്ക് മറ്റൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീമും മന്ത്രിയും പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ വിശദീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം മന്ത്രിക്കെതിരെയും എളമരം കരീമിനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി UDF നേതാക്കളും രംഗത്തു വന്നു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന കായിക സംവാദം പരിപാടിക്കിടെ അത് ചിത്രീകരിക്കുകയായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫറെ ഇടത് സ്ഥാനാർത്ഥിയായ എളമരം കരീം ഇടപെട്ട് മാറ്റിയത് ഏറെ വിവാദമായിരുന്നു. ഒപ്പം കോഴിക്കോട് രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ നിശ്ചയിച്ചെന്ന് പ്രസംഗത്തിനിടെ മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. അതിനു പിന്നാലെയാണ് ആരോപണം തള്ളി മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നത്. താൻ പുതിയ പ്രഖ്യാപനം ഒന്നും നടത്തിയിട്ടില്ലെന്നും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണ ക്യാമറ മാറ്റിയ നടപടിയെക്കുറിച്ച് അറിയില്ലെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഞങ്ങളൊക്കെ ഇതൊക്കെ പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളൊക്കെ അറിയുന്നവരാണല്ലോ. പിന്നെ ഒരു വിവാദം ഉണ്ടാക്കുക, ഒരു കുഴപ്പമുണ്ടാക്കുക, LDF ആകെ മോശമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. കോൺഗ്രസ് പരാതി നൽകിയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയും. പുതിയൊരു പ്രഖ്യാപനം എന്തെങ്കിലും ആണെങ്കിൽ അത് മനസ്സിലാക്കുക. നേരത്തെ നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായി കുറേയേറെ നീക്കങ്ങൾ നടത്തിയ വിഷയങ്ങൾ ഇനിയും പറയും. അവിടെ മൊബൈൽ ഫോൺ ഇഷ്ടം പോലല്ലേ, എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തല്ലേ, നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. അത് ഞാനിപ്പോൾ എങ്ങനെ അറിയാമെന്നതൊക്കെ അതിപ്പോൾ പല സ്ഥലത്ത് എവിടെയാണോ നടത്തി. എന്നോട് പരിപാടിയിൽ വരാൻ വേണ്ടി പറഞ്ഞു, നളന്തയിൽ വരാൻ വേണ്ടി പറഞ്ഞു. അതിനു മുമ്പ് എവിടെയൊക്കെയാണ് അത് ആലോചിച്ചത്, അതിൻ്റെ വർക്ക് എന്താ, അതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനിടെ ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമും മുൻ MLA A പ്രദീപ് കുമാറും ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫർ പകർത്തിയ രംഗങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ചെന്നും പ്രസംഗത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് വാഗ്ദാനം നൽകിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ആരോപിച്ച് UDF നേതാക്കളും രംഗത്തു വന്നു. എളമരം കോഴിക്കോട് നല്ലൊരു രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നുവെന്നാണ്. ഇത് നഗ്നമായ ചട്ടലംഘനമാണ്. ഇത് വാഗ്ദാനമാണ്. ഇത് നടത്തിയിരിക്കുന്നത് ഒരു തെറ്റ്. നടത്തിയത് റെക്കോർഡ് ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ, ആ വീഡിയോഗ്രാഫറെയും അദ്ദേഹത്തെ നിർബന്ധമായും അടുത്തുള്ള ഒരു ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ കൂടെ വന്ന ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തി ആ എടുത്ത റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു തീരുമാനം കൂടി ഉണ്ടായിരിക്കുകയാണ്. ശക്തമായ രീതിയിലുള്ള ഭീഷണിയാണ് സ്ഥാനാർത്ഥി അതുപോലെ തന്നെ പ്രദീപ് കുമാറും കോഴിക്കോട് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള മുസാഫർ അഹമ്മദും ചെയ്തിട്ടുള്ളത്. ക്യാമറയിൽ നിന്നും ഡിലീറ്റ് ചെയ്ത രംഗങ്ങൾ ഫോറൻസിക് സഹായത്തോടെ വീണ്ടെടുക്കണമെന്നാണ് UDFന്റെ ആവശ്യം. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ PA മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. എളമരം കരീമിനും മുഹമ്മദ് റിയാസിനുമെതിരെ NDAയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇരുവരും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തെന്നും പരാതിയിൽ പറയുന്നു. BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും NDA കൺവീനറുമായ VK സജീവനാണ് പരാതി നൽകിയത്. കേരളത്തിൽ LDF തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുന്നുവെന്ന് BJP. മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ പുസ്തകം സർക്കാർ ചെലവിൽ അച്ചടിച്ച് വീടുകളിൽ വിതരണം ചെയ്യുന്നുവെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു.
അധികാര ദുർവിനിയോഗം മാർക്സിസ്റ്റ് പാർട്ടിയും LDFും സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 60 ലക്ഷം മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗങ്ങളുടെ പുസ്തകം CPM പ്രവർത്തകന്മാർ എല്ലാ വീട്ടിലും കയറി വിതരണം ചെയ്യുക. സർക്കാരിൻ്റെ പൈസ കൊണ്ട് അച്ചടിച്ച പുസ്തകം സർക്കാരിന് ചെലവിൽ സാധാരണക്കാരൻ നികുതി പണത്തിൽ നിന്ന് നികുതി പണം കൊണ്ട് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകം, മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഉൾപ്പെടെയുള്ള പുസ്തകം, അതിപ്പോൾ എല്ലാ വീടുകളിലും കയറി വിതരണം ചെയ്യുകയാണ്. ഇത് നഗ്നമായ അധികാര ദുർവിനിയോഗമാണ്. ഞങ്ങളിത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ. കരിമണൽ വ്യവസായികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന ശോഭ സുരേന്ദ്രന്റെ പരാമർശത്തിനെതിരെയാണ് കേസ്. ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത്. പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു. 16-ന് സാക്ഷികളുടെ മൊഴിയെടുക്കും. ഞാൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. എൻ്റെ അഡ്വക്കേറ്റ് മാത്യു കുഴനാടൻ വിശദാംശങ്ങൾ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിമിനൽ നടപടി പ്രകാരമുള്ള കേസാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താനും അതുപോലെ തന്നെ തേജോവധം ചെയ്യാനും മനഃപൂർവ്വമായി പരിശ്രമിച്ചു എന്ന വകുപ്പുകൾ വരുന്ന CRPC 199 200 പ്രകാരമുള്ള കേസാണ്, ക്രിമിനൽ കേസാണ് ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് സംബന്ധിച്ച് സിവിൽ ഡാമേജസ് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള കേസ് വേറെയാണ് ഫയൽ ചെയ്യേണ്ടത്. ഈ ഘട്ടത്തിൽ ക്രിമിനൽ ക്രമപ്രകാരം ചെയ്തിട്ടുള്ള ഈ കേസ് കോടതി ഫയലിൽ അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ സാക്ഷികൾക്ക് സമൻസിന് ഉത്തരവായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മത്സരം LDFും UDFും തമ്മിലാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ. ഈ മത്സരത്തിൽ LDFിന് വിജയം ഉറപ്പെന്നും പന്ന്യൻ രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം പ്രതികരിച്ചു. ഇടതുപക്ഷ നവോത്ഥാന നായകരുടെ ശവകുടീരത്തിലും പാളയം രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. രാജ്യത്തിന്റെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇടതുപക്ഷം പോരാടുന്നത്. കൂടാതെ ജില്ലയ്ക്കൊരു ഹൈക്കോടതി ബെഞ്ച്, എയിംസ്, അങ്ങനെ 15 വർഷം മുമ്പ് താൻ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പലതും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ മത്സരമെന്നും പന്ന്യൻ പറഞ്ഞു. 15 വർഷം മുമ്പ് ഇവിടെ തുടങ്ങിവെച്ച പല കാര്യങ്ങളും അത് പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ഹൈക്കോടതി ബെഞ്ച്. നമുക്ക് അർഹതപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ ലഭിക്കേണ്ടതും നഷ്ടപ്പെടുത്തിയതുമായ ഒരു സ്ഥാപനമാണ് എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സയൻസ്. ഇതുപോലെ നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ നാട്ടിൽ ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണമായി ജനങ്ങളോട് പറയുവാൻ കഴിയും. തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരം LDFും UDFും തമ്മിലാണ്. ത്രികോണ മത്സരമാണെന്ന് ചിലർ പറയുന്നു. അത് അങ്ങനെയല്ലെന്നും മണ്ഡലത്തിൽ BJPക്ക് 3ാം സ്ഥാനമാണ് ലഭിക്കുകയെന്നും പന്ന്യൻ രവീന്ദ്രൻ വ്യക്തമാക്കി. ഇവിടെ BJP എന്ന് പറയുന്നത് ആളുകൾ പറയുന്നുണ്ട് ത്രികോണമാണെന്ന്. ഒരു ത്രികോണവുമില്ല. നേരിട്ട് ഉള്ള മത്സരമാണ് LDF UDFും. അതിൽ നമ്മൾ നല്ലോണം ജയിച്ചു വരും. BJP ഇവിടെ 3ാം സ്ഥാനത്താണ്. പാർലമെന്റിൽ ഏത് കൂട്ടുമുന്നണിയിൽ നിന്നാണെങ്കിലും മതനിരപേക്ഷ രാജ്യത്തിനു വേണ്ടി സംസാരിക്കാൻ ഇടതുപക്ഷം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് പന്ന്യൻ രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇറങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിവിട്ടത് മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. സർക്കാരും ഐസക്കും കേരളത്തെ മുടിഞ്ഞ തറവാടാക്കിയെന്നും VD സതീശൻ തിരുവല്ലയിൽ പറഞ്ഞു. പ്രതിസന്ധി പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയ കേരള സർക്കാരിന് വടി കൊടുത്ത് അടി വാങ്ങിച്ച അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്.
ഇടതുമുന്നണി മന്ത്രിസഭ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന പ്രതിപക്ഷത്തിന്റെ വാദമാണ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നത്. ഇപ്പൊ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റം എന്നാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി മുൻ ധനകാര്യമന്ത്രി പറയുന്നത്. കേരളത്തിന്റെ ഷേപ്പ് മാറ്റിയ ആളാണ് അദ്ദേഹം. കേരളത്തിന്റെ ഷേപ്പ് മാറ്റിയ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇപ്പൊ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റാൻ വന്നിരിക്കുകയാണ്. ഏറ്റവും അപകടകരമായ രീതിയിൽ സംസ്ഥാനത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിന്റെ മുഖ്യ ഉത്തരവാദി അന്നത്തെ ധനകാര്യമന്ത്രിയാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന വൻ അഴിമതിയിൽ BJPക്കൊപ്പം കോൺഗ്രസുമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബോണ്ട് വഴി കിട്ടിയ പണം വേണ്ടെന്ന് വയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. LDF പെരിന്തൽമണ്ണ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ഇലക്ട്രൽ ബോണ്ട് എന്ന പുതിയ പേരിൽ വൻ അഴിമതിക്കാണ് BJP തുടക്കം കുറിച്ചത്. BJPയുടെ അത്ര ഇല്ലെങ്കിലും 1952 കോടിയുടെ ഉടമകളായി ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി കോൺഗ്രസ് മാറി. ഇലക്ട്രൽ ബോണ്ടിൻ്റെ വകയായി ഒരു പൈസയും സ്വീകരിക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് പറ്റിയോ? രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാൻ മാത്രം വാതുറക്കുന്ന പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. CPMന്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും ഷിബു ബേബി ജോൺ കൊല്ലത്ത് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമ ഭേദഗതി റദ്ദാക്കുമെന്ന് രമേശ് ചെന്നിത്തല. ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും തകർക്കുന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരുവന്നൂരിലെ ED നടപടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സജീവ ചർച്ചാ വിഷയമാണ്. ഈ സമയത്തെ ED നീക്കം CPM BJP ഡീലിന്റെ ഭാഗമെന്ന് സംശയിക്കുകയാണ് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. അതായത് ഡീലിൻ്റെ ഭാഗമാണ്. ഈ ഡീല് വിജയിച്ചു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡീല് ഇവിടുന്ന് ഒരാളെ BJP ഒരാളെ ഡൽഹിക്ക് അയക്കുക, പകരം തൃശ്ശൂരും തിരുവനന്തപുരമാണ് അവരുടെ ലിസ്റ്റിലുള്ളത്, ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിനെ സഹായിക്കുക. അതാണ് ഈ ഡീല്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളൂ. ഈ ഭാഗത്തൊക്കെ സജീവമായിട്ടുള്ള ചില നിഷ്ക്രിയരാവും, ചില സൈലന്റ് ആവും. അപ്പോൾ ഉറപ്പിക്കുക, ഡീൽ ഉറച്ചു. കരുവന്നൂർ വിഷയം BJPയും ആയുധമാക്കുന്നു. EDയുടെ വഴിക്ക് സഞ്ചരിക്കുമെന്നാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രതികരണം. സഹകരണ പ്രസ്ഥാനങ്ങളെ ED വരച്ച വരയിൽ നിർത്തുമെന്നും സുരേഷ് ഗോപി പറയുന്നു. മഹിളാ കോൺഗ്രസ് നേതാവ് തങ്കമണി ദിവാകരൻ BJPയിൽ ചേർന്നു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തങ്കമണിയെ സ്വീകരിച്ചു. കോൺഗ്രസ് സ്ത്രീകളോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് BJP അംഗത്വം സ്വീകരിച്ചതെന്ന് തങ്കമണി ദിവാകരൻ വ്യക്തമാക്കി. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ഇനി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി M മുകേഷ് മൂന്നാം ഘട്ട പ്രചരണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ സ്വീകരണ പരിപാടിയുടെ തിരക്കിലായിരുന്നു മുകേഷ്. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിനെ രാഷ്ട്രീയ ചൂടുകൊണ്ട് മറികടന്നാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി M മുകേഷ് സ്വീകരണ സ്ഥലങ്ങളിലേക്ക് എത്തിയത്. കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു മുകേഷിന്റെ പ്രചരണം. പ്രചാരണ വാഹനത്തിലെത്തുന്ന മുകേഷ് സമയമില്ലാത്തതിനാൽ വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ പ്രസംഗം ആരംഭിച്ചു. ഈ നട്ടുച്ച വെയിലത്ത് ഇത്രയും സമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാത്തു നിൽക്കുക, ആവേശോജ്വലമായ സ്വീകരണം നൽകുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒരു വാത്സല്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന M മുകേഷ്
അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ സന്തോഷത്തോടെ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രസംഗത്തിനിടയിൽ 1 മിനിറ്റ് താഴെയിറങ്ങി വരണമെന്ന് പ്രദേശവാസിയായ പങ്കജാക്ഷി അമ്മയുടെ ആവശ്യം. താഴെയിറങ്ങിയാൽ എന്ത് നൽകുമെന്ന മുകേഷിന്റെ മറുചോദ്യം. ഇറങ്ങി വന്നാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാമെന്ന പങ്കജാക്ഷിയമ്മ. പിന്നെ ഒട്ടും ആമാന്തിക്കാതെ മുകേഷ് വാഹനത്തിൽ നിന്നും താഴെയിറങ്ങി പങ്കജാക്ഷിയമ്മയുടെ അടുത്തേക്ക്. പങ്കജാക്ഷിയമ്മ മുകേഷിനെ കെട്ടിപ്പിടിച്ച ഉമ്മ നൽകി. മുകേഷ് വീണ്ടും അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. ഇനി ചരിത്ര സ്പന്ദനം. തെരഞ്ഞെടുപ്പ് എത്തിയാൽ പ്രകടന പത്രിക എന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിഭാജ്യ ഘടകമാണ്. രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങളാകും ഓരോ പ്രകടന പത്രികയിലും വാഗ്ദാനങ്ങളായും സ്വപ്ന പദ്ധതികളായും അവതരിപ്പിക്കുക. അത്തരത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് അവതരിപ്പിച്ച ഒരു പ്രകടന പത്രികയുടെ വിശേഷങ്ങളാണ് ഇനി. സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ജനസമുദായമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. സമീപകാലത്ത് ഇന്ത്യക്കകത്തും പുറത്തും ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ ജനങ്ങളുടെ വിശ്വാസം കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ രേഖപ്പെടുത്തുവാൻ എന്നത്തെക്കാളും ഏറെ വ്യക്തമായി അനുശാസിക്കുന്നുണ്ട്. ഈ ഉത്തരവാദിത്വം സംസ്ഥാനത്തെ ജനത ശരിയായി മനസ്സിലാക്കി വർത്തമാനമായ തോതിൽ അവരുടെ പിന്തുണ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നൽകണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് പ്രത്യാശിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ അല്പം കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ വിമോചന സമരത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ വാചകങ്ങളാണ്. 6.5 പതിറ്റാണ്ടിനിപ്പുറവും ആ പ്രകടന പത്രികയെ നിധി പോലെ സൂക്ഷിക്കുകയാണ് ചെങ്ങന്നൂർ സ്വദേശി KM ജോർജ് കുട്ടി. അപ്പോൾ അന്ന് ഈ പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ 21 പേജാണ് ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഇറക്കിയ ബുക്കിൻ്റെ ഉള്ളടക്കം. അത് കൊല്ലം ആസാദ് പ്രസ്സിലാണ് അന്ന് അച്ചടിച്ചിരുന്നത്. അതിന് 6 നയ പൈസയായിരുന്നു വിലയുണ്ടായിരുന്നത്. വളരെ അപൂർവമായിട്ട് തന്നെ ആൾക്കാരുടെ കാണാൻ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ നേട്ടങ്ങളും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളും വിവരിക്കുന്ന 21 പേജുള്ള പ്രകടന പത്രിക അച്ചടിച്ചത് കൊല്ലത്തെ ആസാദ് പ്രസ്സിലാണ്. വില 6 പൈസ. പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഈ പ്രകടന പത്രിക തേടി നേതാക്കൾ എത്തിയ കഥയും പങ്കുവച്ചു ജോർജ് കുട്ടി. ചെങ്ങന്നൂരിന്റെ മുൻ MLA ശ്രീ PC വിഷ്ണുനാഥ് സാർ മത്സരിക്കുന്ന സമയത്ത് എൻ്റെ കൈവശം ഈ ബുക്കുണ്ടെന്ന് അറിയുകയും അതനുസരിച്ച് ഈ ബുക്കിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇതിനകത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളോട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിനുമൊക്കെ അദ്ദേഹം പ്രസംഗിക്കാനും മറ്റും ഉപയോഗിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ത്രിവർണ്ണ ബോർഡറിനകത്തെ മുഖം വെച്ച കാളയുടെ ചിത്രം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന്റെ ചരിത്രത്തെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. ഇനി വോട്ട് പഞ്ച്. കേരളത്തിൽ ആടുജീവിതമാണെന്ന് രമേശ് ചെന്നിത്തല. ജനങ്ങളുടെ പക്കൽ പണമില്ല, കഞ്ഞി കുടിക്കാൻ പോലും പലർക്കും ഗതിയില്ല. പൗരത്വ ഭേദഗതി ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ ദുരിതം മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും ചെന്നിത്തല പ്രതികരിച്ചു. കേരള വിഷൻ ന്യൂസിന്റെ ട്രൂ കോളറിലായിരുന്നു പ്രതികരണം. കേരളത്തിലെ ജനങ്ങൾ ഒരു ആടുജീവിതം പോലെയാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. ആടുജീവിതത്തെക്കാൾ പ്രയാസപൂർണമായ രീതിയിലാണ് കഴിയുന്നത്. അതിനാണ് ഇപ്പം പൗരത്വ നിയമം കൊണ്ടിരുന്നു, മറ്റത് കൊണ്ടിരുന്നു, മറിച്ചത് കൊണ്ടിരുന്നു. മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രദ്ധ തിരിക്കാൻ നോക്കുക. കഞ്ഞിവെള്ളം കുടിക്കാൻ മാർഗ്ഗമില്ലാത്തവരുടെ അടുക്കൽ ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ഗവൺമെൻറ് എന്താ ചെയ്തത്? എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞ 8 വർഷമായിട്ട് സർക്കാർ ചെയ്തോ? BJP ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുത്തെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ. കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ തൃപ്തനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ എതിർ ക്യാമ്പുകളിൽ ഒരു പരാജയ ഭീതി മണത്തു തുടങ്ങുമ്പോൾ ഇത്തരം ചീപ്പ് അടവുകൾ എടുക്കും. അതിന് നിങ്ങൾ ഒരു കാരണവശാലും കൂട്ടുനിൽക്കരുതെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നതിന് കാരണം, ഞാനും ഒരു കാലത്ത്, അന്ന് ദൂരദർശൻ മാത്രമുള്ള കാലത്ത്, അവിടുത്തെ ഒരു റിപ്പോർട്ടറും ന്യൂസ് റീഡറും അനൗൺസറും ഒക്കെ ആയിട്ട് ഇതേപോലെ ജോലി ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം അനൗൺസ് ചെയ്ത ദിവസം തന്നെ BJP 2ാം സ്ഥാനത്ത് എത്തുകയും ഇതൊരു A ക്ലാസ് മണ്ഡലമാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് അവരോട് ഒന്നും തോന്നുന്നില്ല ഇത് പറഞ്ഞവരോട്. കാരണം
അവർ ഇത്രയും നാൾ വിജയിച്ച് നിന്നവർക്ക് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്? കാരണം പരാജയ ഭീതി മുന്നിൽ വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇതോടെ അങ്കത്തട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.